കേരളത്തിലെ കാവ് സങ്കല്പം വരുന്നതിന് മുമ്പ് തന്നെ ഈ അയ്യപ്പൻ ഒരു പരദേശിയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിലെ അനവധി മ്യൂസിയങ്ങളിൽ കുതിരപ്പുറത്തിരിക്കുന്ന ശാസ്താവിൻ്റെ വിഗ്രഹങ്ങൾ അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഈ വിഗ്രഹത്തിൻ്റെ പേര് രേവന്ത എന്നാണ്. രേവന്ത എന്നാണ്. മ്യൂസിയങ്ങളിൽ കാണുന്ന ഈ രേവന്തയുടെ വിഗ്രഹവും ഇവിടുത്തെ ശാസ്താവിൻ്റെ വിഗ്രഹവും ഒന്ന് തന്നെയാണ്. ഈ രേവന്തയെക്കുറിച്ചുള്ള പരാമർശം കേരളത്തിലെ തീയാട്ടുപാട്ടുകളിൽ ഉണ്ട്. അപ്പോൾ രേവന്ത എന്ന് പറയുന്ന ആ സങ്കല്പം മലയാളിക്ക് അന്യമായ ഒന്നല്ല. ബുദ്ധമതം എന്ന് പറയുന്നത് കേരളത്തിൽ പ്രചരിച്ചിരുന്നത് താന്ത്രിക ബുദ്ധമതമാണ്. ഈ താന്ത്രിക ബുദ്ധമതത്തിനകത്ത് ഹൈന്ദവ ദേവതമാരുണ്ട്. ഉദാഹരണത്തിന് അവലോകിതേശ്വരൻ എന്ന് പറയുന്ന സുപ്രീം ഡെയിറ്റിയെ കുറിച്ചാണ്. എന്നല്ല, ദലൈലാമ എന്ന് പറയുന്ന ആള് അവലോകിതേശ്വരൻ്റെ ഭൂമിയിലെ അവതാരമാണ്. ആരാണ് ഈ അവലോകിതേശ്വരൻ? അവലോകിതേശ്വരൻ എന്ന് പറയുന്നത് ശിവനാണ്. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. അബാക് മീഡിയയിൽ ഇന്ന് അതിഥി ചരിത്രകാരനും എഴുത്തുകാരനുമായ MG ശശിഭൂഷൺ സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. കുറേ നാളുകളായി സാറിനെ ഒന്ന് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്നാണ് അതിന് അവസരം ലഭിച്ചത്. സർ, ശബരിമല ആചാരങ്ങളും വിശ്വാസങ്ങളും ഇങ്ങനെ കെട്ടുപിഴഞ്ഞ് കിടക്കുകയാണ്. പലരും പല കൂട്ടത്തിൽ നിന്ന് പല കഥകൾ പറയുന്നു. അങ്ങയുടെയും ഒരുപാട് വീഡിയോകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ പന്തളം രാജകുമാരനല്ല ശബരിമല ശാസ്താവ്. അത് ഒട്ടുമിക്ക പന്തളം രാജകുടുംബവുമായി ബന്ധപ്പെട്ട പലരോടും സംസാരിക്കുമ്പോൾ കൃത്യമായി പറയുന്നുണ്ട്. അപ്പം ഈ അടുത്ത കാലത്തായി ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഈ ശബരിമലയിലെ മണിമണ്ഡപം. പന്തളം രാജകുമാരൻ്റെ ജീവസമാധി എന്ന് വിശ്വസിക്കുന്ന മണിമണ്ഡപം. സത്യത്തിൽ ആരാണ് ശബരിമലയിലെ ശാസ്താവ്? മണിമണ്ഡപത്തിൽ പന്തളം രാജകുമാരൻ്റെ ജീവസമാധിയാണ്. ശബരിമല എന്ന് പറയുന്നത് വളരെ കേരളീയരുടെ വളരെ ആരാധനയ്ക്ക് വിധേയമായിട്ടുള്ള ഒരു പുണ്യസങ്കേതമാണ്. നമ്മളത് ആദ്യമേ അംഗീകരിക്കണം. അല്ലെങ്കിൽ ഞാൻ അംഗീകരിക്കുന്നു ശബരിമലയുടെ മതപരമായ പ്രാധാന്യത്തെപ്പറ്റി. അതേസമയം തന്നെ ഈ ശബരിമലയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ അതിനകത്ത് പല കീഴ്മേൽ മറിച്ചിലുകളും കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഒരു ചരിത്രകാരൻ്റെ കാഴ്ചപ്പാടിൽ ശബരിമലയെ കാണാൻ പറ്റും, വിശ്വാസിയുടെ കാഴ്ചപ്പാടിൽ ശബരിമലയെ കാണാൻ പറ്റും. ശബരിമലയെ പറ്റിയുള്ള ഐതിഹ്യങ്ങളുണ്ട്, അതുപോലെ അതിനെപ്പറ്റി ഒരുപാട് സീക്രട്ട് ലെജൻഡ്സ് ഉണ്ട്. ഇതിനെയെല്ലാം അതിൻ്റേതായ പ്രാധാന്യത്തോടു കൂടി കാണുക എന്നുള്ള ഒരു സമീപനമാണ് എനിക്കുള്ളത്. ഉദാഹരണത്തിന് ചരിത്രപരമായി നോക്കുമ്പോൾ ശബരിമല നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു ഹൈന്ദവ ആരാധനാലയം ആയിരുന്നോ? ഹൈന്ദവേതരമായ ഭക്തന്മാർ അവിടെ വന്നിരുന്നില്ലേ എന്നൊക്കെയുള്ള ചോദ്യം സ്വാഭാവികമാണ്. പക്ഷെ ഒരു വിശ്വാസിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആത്യന്തികമായി നമ്മൾ നോക്കുമ്പോൾ ഏത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്നത് പോലെ തന്നെ ഏത് മതത്തിൻ്റെയും ഈശ്വര സങ്കല്പത്തിന് അസാധാരണമായ ചില സമാനതകളുമുണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം ഈ ശബരിമല എന്ന് പറയുന്നത് ഒരു കാലത്ത് ഒരു വൈദികേതര സങ്കല്പത്തിൻ്റെ പടിപടിയായിട്ടുള്ള പരിണാമമാണ്. കേരളത്തിലെ കാവ് സങ്കല്പം വരുന്നതിന് മുമ്പ് തന്നെ ഈ അയ്യപ്പൻ ഒരു പരദേശിയാണ്. ആ പേര് തന്നെ എന്താണ്? ആര്യൻ. ആര്യൻ എന്ന് പറഞ്ഞാൽ അത് തദ്ദേശീയനല്ല. ശ്രേഷ്ഠൻ എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം ശ്രേഷ്ഠൻ എന്നാണ്. എന്ന് മാത്രമല്ല, ഞാൻ ഇന്ത്യയിലെ ഉടനീളമുള്ള മ്യൂസിയങ്ങളിൽ അയ്യപ്പ വിഗ്രഹങ്ങൾ കണ്ടിട്ടുണ്ട്. അതെന്നെ അത്ഭുതപ്പെടുത്തി. ഒരു സൗത്ത് ഇന്ത്യൻ ഡെയിറ്റി അല്ല. ചില ആളുകളെങ്കിൽ അയ്യപ്പനെ ഒരു ദ്രാവിഡ ദേവതയായിട്ട് ചിത്രീകരിക്കാറുണ്ട്, വാദിക്കാറുണ്ട്. ഞാൻ ആ അഭിപ്രായക്കാരനല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ അനവധി മ്യൂസിയങ്ങളിൽ കുതിരപ്പുറത്തിരിക്കുന്ന ശാസ്താവിൻ്റെ
വിഗ്രഹങ്ങൾ അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഈ വിഗ്രഹത്തിൻ്റെ പേര് രേവന്ത എന്നാണ്. രേവന്ത എന്നാണ്. കഥയ്ക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. രേവന്ത സൂര്യപുത്രനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഡെയ്റ്റിയുടെ ധർമ്മം എന്ന് പറയുന്നത് അയ്യപ്പൻ്റെ അതേ ധർമ്മം തന്നെയാണ്. എന്താണെന്ന് പറഞ്ഞാൽ ധർമ്മം, അർത്ഥം, കാമം തുടങ്ങിയ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു മഹാനായ യോദ്ധാവ്, അഗതികളെ സംരക്ഷിക്കുന്ന ഒരു മഹാനായ വഴികാട്ടി. ഇതാണ് ഈ രേവന്തയെക്കുറിച്ചുള്ള അതിമനോഹരമായ ഉത്തരേന്ത്യൻ സങ്കല്പം. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ആ വിഗ്രഹത്തിൻ്റെ ഒരു എൻ്റെ പഠനങ്ങളെല്ലാം തന്നെ ഐക്കണോഗ്രഫി എന്ന് പറയുന്ന വിഗ്രഹശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഒരു വിഗ്രഹശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ഡെയ്റ്റിയുടെ കയ്യിൽ ചില മുദ്രകളുണ്ടായിരിക്കും. ആ മുദ്രകൾ ഏറ്റവും കോമൺ ആയിട്ട് പറഞ്ഞാൽ അഭയമുദ്ര, അതുപോലെ തന്നെ വരദമുദ്ര. അഭയമുദ്ര എന്ന് പറഞ്ഞാൽ ഒരു വലത്തെ കൈ ഇങ്ങനെ ഉയർത്തി കൊടുക്കുകയാണ്. തൻ്റെ അടുത്തേക്ക് അഭയം പ്രാപിക്കാനായി വരുന്ന ആശ്രിതരായിട്ടുള്ളവർക്ക് അഭയം കൊടുക്കുന്ന താൻ സന്നദ്ധനാണെന്ന് അറിയിക്കുകയാണ് ആ മുദ്രയിലൂടെ ആ ഡെയ്റ്റി ചെയ്യുന്നത്. അതുപോലെ തന്നെ വരദമുദ്ര, കൈപ്പത്തി താഴോട്ട് ഇങ്ങനെ താഴ്ത്തിയാണ് പിടിക്കേണ്ടത്. വിടർത്തി താഴ്ത്തി പിടിക്കും. അതായത് ഉള്ളംകൈയെ പുറമേക്ക് കാണിച്ചുകൊണ്ട് വിരൽ താഴേക്ക് ചൂണ്ടിക്കൊണ്ട് ഉള്ള മുദ്രയാണ്. അതായത് അഭയം അർത്ഥിച്ച് എത്തുന്നവർക്ക് അഭയം കൊടുക്കുക മാത്രമല്ല, ഭക്തന് വരങ്ങൾ കൊടുക്കുകയും ചെയ്യും. ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ മുദ്രകൾ, അഭയം, വരദം. അത് കൂടാതെ തന്നെ വേറെയും ഒരുപാട് മുദ്രകളുണ്ട്. അമ്പും വില്ലും ചിലപ്പോൾ മുദ്രയായിട്ട് വരാറുണ്ട്. ചമ്മട്ടി അല്ലെങ്കിൽ ചാട്ട, ഞാൻ അയ്യപ്പൻ്റെ മുദ്രകളെ പറ്റിയാണ് പറയുന്നത്. പൂവ് ചിലപ്പോൾ അയ്യപ്പൻ്റെ മുദ്രയായിട്ട് വരാറുണ്ട്. ഇതിനെല്ലാം തന്നെ ഓരോ അർത്ഥമാണ് ഉള്ളത്. ആ നിലയിൽ നോക്കുമ്പോൾ ഉത്തരേന്ത്യയിലെ മ്യൂസിയങ്ങളിൽ കാണുന്ന ഇന്ന് രേവന്തയ്ക്ക് ക്ഷേത്രങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും മ്യൂസിയങ്ങളിൽ കാണുന്ന ഈ രേവന്തയുടെ വിഗ്രഹവും ഇവിടുത്തെ ശാസ്താവിൻ്റെ വിഗ്രഹവും ഒന്ന് തന്നെയാണ് എന്ന നിഗമനത്തിലേക്ക് ഞാൻ എത്തിയാണ്. രണ്ടാമതായിട്ട് ഈ രേവന്തയെക്കുറിച്ചുള്ള പരാമർശം കേരളത്തിലെ തീയാട്ടുപാട്ടുകളിൽ ഉണ്ട്. അപ്പോൾ രേവന്ത എന്ന് പറയുന്ന ആ സങ്കല്പം മലയാളിക്ക് അന്യമായ ഒന്നല്ല. മലയാളിക്ക് ഇത് സുപരിചിതമാണ്. അല്ലെങ്കിൽ തീയാട്ടുപാട്ടുകൾ പാടി തീയാട്ടിൽ കൂടി അയ്യപ്പനെ പ്രസാദിക്കുന്ന തീയാടി നമ്പ്യാർ എന്ന് പറയുന്ന ഒരു അമ്പലവാസി വിഭാഗമുണ്ട്. അവർക്കെങ്കിലും ഈ രേവന്ത എന്ന് പറയുന്ന സങ്കല്പവും ശാസ്താവ് എന്ന് പറയുന്ന സങ്കല്പവും ഒന്നാണെന്ന് അറിയാമായിരുന്നു. പക്ഷേ അത് വർഗസ്മൃതിയിൽ ഇങ്ങനെ കിടന്നിരുന്നു. പിന്നീട് അങ്ങനെ മാഞ്ഞു പോയി എന്ന് മാത്രം. പിന്നീട് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം കേരളത്തിലെ ചുവർച്ചിത്രങ്ങളെക്കുറിച്ചും ദാരുശില്പങ്ങളെക്കുറിച്ചും പഠനം നടത്തിയപ്പോൾ അവിടെയെല്ലാം ഞാൻ ഈ ശാസ്താവിനെയും അയ്യപ്പനെയും ഒന്നായിട്ടാണ് ആദ്യകാലത്ത് കണ്ടിരുന്നത്. കേരളീയർ അതിന് കുറച്ചൊരു വ്യത്യാസം പറയുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് മനോഹരങ്ങളായ ഒരു 18-ാം നൂറ്റാണ്ട് മുതലുള്ള ചുവർച്ചിത്രങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 18-ാം നൂറ്റാണ്ട് മുതലുള്ള ദാരുശില്പങ്ങൾ കാണാൻ പറ്റും. ഈ ദാരുശില്പങ്ങളിലാണെങ്കിലും ചുവർച്ചിത്രങ്ങളിലാണെങ്കിലും ഒരു വെള്ളക്കുതിരയുടെ പുറത്ത് ഇരിക്കുകയാണ് ശാസ്താവ്. അദ്ദേഹം എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ മനസ്സാകുന്ന ധ്യാനം എങ്ങനെയാണ്, മനസ്സാകുന്ന കാട്, നമ്മുടെയൊക്കെ മനസ്സെന്ന് പറയുന്നത് കാടാണ്. അവിടെ ദുഷ്ടമൃഗങ്ങളുണ്ട്. ആ ദുഷ്ടമൃഗങ്ങളെ വേട്ടയാടി നശിപ്പിക്കുകയും ധർമ്മത്തെ പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു ഉജ്ജ്വല സങ്കല്പമാണ് ഈ ശാസ്താവിനെക്കുറിച്ച് ധ്യാന ശ്ലോകം പ്രതിപാദിക്കുന്നത്. അത് ശങ്കരാചാര്യർ എഴുതിയതാണെന്നാണ് പറയുന്നത്. ഈ ധ്യാനം എന്തുമാകട്ടെ, ഈ സങ്കല്പത്തിലുള്ള അനവധി ഏതാണ്ട് 40ഓളം ദാരുശില്പങ്ങളും ചുവർച്ചിത്രങ്ങളും എനിക്ക് പഠനത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാലത്ത് വളരെ പ്രചാരത്തിലുള്ള ഈ സങ്കല്പം, പക്ഷേ ഈ സങ്കല്പത്തെ ബുദ്ധമതക്കാരും ആരാധിച്ചിരുന്നു. അത് പറയുമ്പോൾ കേരളത്തിൽ പ്രചരിച്ചിരുന്ന ബുദ്ധമതത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് അറിയണം. നമ്മൾ ഈ പുസ്തകങ്ങളിൽ പഠിക്കുന്ന ബുദ്ധമതമല്ല. ബുദ്ധമതം എന്ന് പറയുന്നത് കേരളത്തിൽ പ്രചരിച്ചിരുന്നത് താന്ത്രിക ബുദ്ധമതമാണ്. ഈ താന്ത്രിക ബുദ്ധമതത്തിനകത്ത് ഹൈന്ദവ ദേവതമാരുണ്ട്.
ഉദാഹരണത്തിന് അവലോകിതേശ്വരൻ എന്ന് പറയുന്ന സുപ്രീം ഡെയിറ്റിയെക്കുറിച്ചാണ് താന്ത്രിക ബുദ്ധമതം പറയുന്നത്. ഇന്നത്തെ തിബറ്റിലെ താന്ത്രിക ബുദ്ധമതമാണ് ഫോളോ ചെയ്യുന്നത്. അവിടെ സുപ്രീം ഡെയിറ്റി എന്ന് പറയുന്നത് അവലോകിതേശ്വരനാണ്. എന്നല്ല, ദലൈലാമ എന്ന് പറയുന്നയാൾ അവലോകിതേശ്വരൻ്റെ ഭൂമിയിലെ അവതാരമാണ്. ആരാണ് ഈ അവലോകിതേശ്വരൻ? അവലോകിതേശ്വരൻ എന്ന് പറയുന്നത് ശിവനാണ്. അവലോകിതേശ്വരൻ്റെ ഫെമിനൈൻ കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത് താരാദേവിയാണ്. ഈ താര എന്ന് പറയുന്നത് ആരാണ്? ദുർഗയാണ്, പാർവതിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ വിചാരിക്കുന്നത് പോലെ എയർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകളായിരുന്നില്ല പഴയ കാലത്ത് മതങ്ങൾ. ആ മതങ്ങളിൽ, വിശേഷിച്ച് പൗരസ്ത്യ മതങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ജപ്പാനിലെ സെൻ ബുദ്ധിസത്തിൽ അനവധി ഹൈന്ദവ ദേവതമാരുണ്ട്. അല്ലെങ്കിൽ ജപ്പാനിലെ ഷിൻറ്റോ മതത്തിൽ ഹിന്ദു ദേവതമാരുണ്ട്. ചൈനീസ് റിലിജിയൻ എന്ന് പറയുമ്പോൾ അവിടെ കൺഫ്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ ലാവോസയുടെ ഫോളോവേഴ്സ് ഉണ്ട്, ബുദ്ധമതക്കാരുമുണ്ട്. പക്ഷെ ചൈനയിൽ പ്രചരിച്ചിരുന്ന ബുദ്ധമതത്തിൽ ഒരു പ്രിയപ്പെട്ട ഡെയിറ്റിയാണ് ഗണപതി. അപ്പോൾ ഈ ദേവതമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ജൈനമതം പ്രചരിച്ചിരുന്നു. അത് ഉത്തരേന്ത്യയിൽ പ്രചരിച്ചിരുന്ന ജൈനമതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് പ്രചരിച്ചിരുന്നത്. ഒരുപക്ഷേ കേരളത്തിൽ കാണുന്ന ഈ സർപ്പ ആരാധന എന്ന് പറയുന്നത് ഒരു ജൈനമതത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. ശബരിമല എന്ന ആ ആരാധനാ സ്ഥാനത്തിലേക്ക് കേരളത്തിലെ വിവിധ മതവിശ്വാസികൾ പഴയ കാലത്ത് സഹോദരന്മാരെ പോലെ അവിടെ പോയിരുന്നു എന്ന് വേണം നമുക്ക് ഈ വക തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ ഊഹിക്കേണ്ടത്. അങ്ങ് ഒരു വീഡിയോയിൽ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചതാണ്, വാവരും ശബരിമലയും തമ്മിലുള്ളത്. ഇന്ന് വാവരെ ചൊല്ലി ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നതാണ്. വാവുര സ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ പോലും തടഞ്ഞു നിർത്തിയിരിക്കുന്ന സാഹചര്യം. വിശ്വ ഹിന്ദു പരിഷത്ത് അതിനെ വാമനനല്ലത് വാവുരനാണ്, വാവുരന് രൂപം നൽകുന്നു, പലതരത്തിലുള്ള തർക്കങ്ങളിലേക്ക് പോകും. പക്ഷെ അതിൽ പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന അവിടേക്ക് ഇപ്പോൾ ഈ പറയപ്പെടുന്ന വാവൂർ സ്വാമി ഇസ്ലാം ആയാൽ അത് ഏറ്റവും വലിയ സന്ദേശം നൽകുന്നു എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ഇരിക്കുമ്പോൾ ഒരു മതസൗഹാർദ്ദത്തിന് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞാനൊരു ശാസ്ത്ര സങ്കല്പത്തെ പറ്റിയാണ് ഈ നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ശാസ്താവിൻ്റെ ഭക്തന്മാരായിട്ട് അനവധി ആളുകളുണ്ടായിരുന്നു. അതിലൊരു ഭക്തൻ, പ്രധാനിയായ ഒരു പ്രധാനപ്പെട്ട ഭക്തനാണ് മണികണ്ഠൻ എന്ന് പറയുന്ന ആൾ. ഈ മണികണ്ഠൻ എന്ന് പറയുന്ന ആൾ ഭക്തൻ ഈ പറഞ്ഞതുപോലെ പന്തളം രാജകുടുംബവുമായി. മണികണ്ഠൻ തന്നെയാണോ ആര്യൻ കേരളീയൻ? ഈ ആര്യൻ കേരളീയൻ എന്നൊക്കെ പറയുന്ന പേര് പിന്നീട് വന്ന് കൊടുത്ത ഒരു ഫിക്ഷണൽ നെയിമാണ്. അങ്ങനെ ഒരു പേര് നമുക്ക് ഏതെങ്കിലും ഒരു ശിലാലിഖിതത്തിൽ കാണാൻ പറ്റുകയില്ല. ഞാൻ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നില്ല. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ അതിരിക്കട്ടെ, നമുക്കതിനെപ്പറ്റി പരിശോധിക്കാം. എൻ്റെ തെളിവനുസരിച്ച് മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു പേര് ഒരു 11ാം നൂറ്റാണ്ട് മുതൽ കേരളീയർക്ക് പെട്ടെന്ന് പ്രിയങ്കരമായ ഒരു പേരായിട്ട് വരികയാണ്. ഒരു വേണാട് രാജാവാണ് ആദ്യമായിട്ട് മണികണ്ഠൻ എന്ന് പറയുന്നത് ഒരു ടൈറ്റിലായിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണ വേണാട് രാജാക്കന്മാർക്ക് രാമവർമ്മ, രവിവർമ്മ, കേരളവർമ്മ എന്നൊക്കെയുള്ള പേരുകളാണ് ഉള്ളത്. കൊച്ചിയിലെ രാജാക്കന്മാർക്ക് ഇതുപോലെ രാമവർമ്മ, രവിവർമ്മ, കേരളവർമ്മ, ഗോദവർമ്മ ഇതൊക്കെയാണ് പേരുകൾ. പക്ഷേ പെട്ടെന്ന് നമ്മളിവിടെ കാണുന്നത് ഈ, അപ്പോൾ അതിനിടയ്ക്ക് ഉദയ തിരുവിതാംകൂർ വേണാടിന് മാർത്താണ്ഡവർമ്മയുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മളൊരു മണികണ്ഠവർമ്മയെ പറ്റി കാണുന്നുണ്ട്. മണികണ്ഠവർമ്മൻ എന്നാണ് പണ്ടത്തെ കാലത്ത് പറയുന്നത്. ഒരു മണികണ്ഠ വർമ്മനെ പറ്റി പറയുകയാണ്. ആ മണികണ്ഠവർമ്മൻ എന്ന് പറയുന്ന ആളാണ് കൊട്ടാരക്കരയിൽ മണികണ്ഠേശ്വരം എന്ന് പറയുന്ന ശിവക്ഷേത്രത്തിൻ്റെ സ്ഥാപകനായിട്ട് ഐതിഹ്യം പറയുന്നത്. അവിടുത്തെ നമ്മളിപ്പോൾ ഗണപതി ക്ഷേത്രമായിട്ടാണ് അത് പറയുന്നത്. ഗണപതി വാസ്തവത്തിൽ അവിടുത്തെ ഉപദേവനാണ്. അവിടുത്തെ പ്രധാന ദേവൻ എന്ന് പറയുന്നത് ശിവനാണ്. മണികണ്ഠേശ്വരം എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ പേരും. അതൊരു മണികണ്ഠവർമ്മൻ്റെ സ്ഥാപിച്ചതോ അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതോ ഒക്കെ ആയിട്ടാണ് ഐതിഹ്യമുള്ളത്. ഒരു പക്ഷേ അതിനകത്ത് ചരിത്രത്തിൻ്റെ അംശവും കണ്ടേക്കാം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഒരു മണികണ്ഠൻ ഉണ്ടായിരുന്നു ശാസ്താവിൻ്റെ ഭക്തനായിട്ട്. ഒരു പക്ഷേ അക്കാലത്ത് ക്ഷേത്രം തകർന്നു കിടന്നിരിക്കാം. ആ തകർന്നു കിടന്നിരുന്ന ക്ഷേത്രത്തെ അദ്ദേഹം പുനരുജ്ജീവിപ്പിച്ചു, പുനർനവീകരിച്ചു, പുനരുദ്ധരിച്ചു.
ഏത് വാക്കും ഉപയോഗിക്കാം. ഈ പുനരുദ്ധാരണത്തിൻ്റെ വേളയിൽ അദ്ദേഹം അവിടെ തന്നെ രാജ്യഭാരവും ഒന്നും അപ്രസക്തമായി. അതിനിടയ്ക്ക് അദ്ദേഹം ഈ 12 രാജകുടുംബം എന്ന് പറയുമ്പോൾ അവർ ശരിക്കും മക്കത്തായികളായിരുന്നു. അവർ തമിഴ്നാട്ടിലെ പാണ്ഡ്യ രാജവംശത്തിലെ അതിനകത്തുള്ള ഒരു ശാഖയിൽപ്പെട്ട, മധുരയാണ് പ്രധാന പാണ്ഡ്യവംശം. ഇവർ മധുരയിലെ ആളുകളല്ല, മറിച്ച് തിരുനെൽവേലിയിൽ ഉള്ള ഒരു താരതമ്യേന അപ്രധാനമായ ഒരു പാണ്ഡ്യ രാജവംശം. ആ പാണ്ഡ്യ രാജവംശത്തിലെ ആളുകൾ അഭയാർത്ഥികളായിട്ട് എന്തോ കാരണവശാൽ ഒരു പക്ഷേ അവിടെയുള്ള ആഭ്യന്തര കലാപം കൊണ്ടോ മറ്റോ കേരളത്തിലേക്ക് വരികയാണ്. അവരാദ്യമായിട്ട് വരുന്നത് അച്ചൻകോവിൽ വരുന്നു, കോന്നിയിൽ വരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ പന്തളത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ അവർക്ക് ആക്സെപ്റ്റൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ മരുമക്കത്തായം സ്വീകരിക്കണം. മക്കത്തായം പോരാ. ഈ കഥയിൽ അയ്യപ്പൻ, മണികണ്ഠൻ അനന്തരവനാണ്. അപ്പോൾ സാധാരണഗതിയിൽ അവരുടെ ദായക്രമം അനുസരിച്ച് അനന്തരവന് ഭരണാധികാരം കൊടുക്കില്ല പഴയ കഥയിൽ. പക്ഷേ കേരള ആചാരം അവർ അക്സെപ്റ്റ് ചെയ്തു. അവർ മാത്രമല്ല, പൂഞ്ഞാറിലെ ആളുകളും അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ കൊടുക്കണം. ഒരു പക്ഷേ അങ്ങനെ ഒരു തർക്കം ഉണ്ടായി കാണും മകനും മരുമകനും തമ്മിൽ. പല രാജകുടുംബങ്ങളിലും തർക്കങ്ങൾ ഉണ്ടായിരുന്നുണ്ട് ആ കാലത്ത്. അപ്പോൾ ഒരു പക്ഷേ അതാവാൻ കാരണം എന്തായാലും ഇദ്ദേഹം രാജ്യഭാരമൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് ശബരിമലയിലേക്ക് പോവുകയാണ്. ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് അന്ന് പന്തളം എന്ന് പറയുന്ന രാജവംശം ആ പേരിൽ വന്നില്ല. ഈ മണികണ്ഠൻ വരുന്ന കാലത്ത് ചെമ്പഴന്നൂർ എന്നായിരുന്നു. ഞാൻ അതാണ് പറഞ്ഞത്. ആ ഇൻ്റർവ്യൂവിലെ അതിനകത്തൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞത് മണികണ്ഠൻ എന്ന് പറയുന്നത് ചെമ്പഴന്നൂർ എന്ന് പറയുന്ന ഈ ചെമ്പഴന്നൂർ തന്നെയാണ് പന്തളം എന്നുള്ള പേര് പിൽക്കാലത്ത് വന്നതാണ്. അതൊരു ആ പേരൊക്കെ വരാൻ തുടങ്ങിയത് ഇപ്പോൾ ഒരു 17-ാം നൂറ്റാണ്ടിലേ വരുന്നുണ്ട്. അങ്ങ് ഈ പറഞ്ഞ കഥ ഞാൻ ഒന്ന് പറഞ്ഞു. ഞാൻ കേട്ട ഒരു കഥ, എനിക്ക് ഏറെക്കുറെ വിശ്വസിക്കാമെന്ന് തോന്നിയ ഒരു കഥയാണ്. ഈ പറയപ്പെടുന്ന തമിഴ്നാട്ടിൽ നിന്ന് അച്ചൻകോവിലാറിൻ്റെ 2 കരകളിലായി ഈ വന്ന പാണ്ഡ്യ രാജകുടുംബങ്ങൾ താമസിക്കുന്നു. ഒരിടത്ത് രാജവംശത്തിൽപ്പെട്ട ആളുകളും അപ്പുറത്ത് ഇവർ മറ്റു ജോലികൾക്കായി കൊണ്ടുവന്ന വലിയ ഒരു തൊഴിലാളി പടയും താമസിക്കുന്നു. ഇവർ തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നത്തിൽ പിന്നീട് ഉദയനൻ്റെ നേതൃത്വത്തിൽ ഈ തൊഴിലാളിപ്പട മല കയറുന്നു. അവർ വലിയ കൊള്ളക്കാരും ആയി മാറുന്നു. പന്തളം കൊട്ടാരത്തിലെ കുമാരിയായിരുന്ന മോഹിനിയെ ഉദയനൻ തട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ തടവിൽ പാർപ്പിക്കുമ്പോൾ, കരിമലയിൽ തടവിൽ പാർപ്പിക്കുമ്പോൾ ജയന്തനിൽ മോഹിനിക്കുണ്ടാകുന്ന മകനാണ് മണികണ്ഠകുമാരൻ. ഇത് ഡോക്ടർ എസ്.കെ. നായരാണ് ഇത് എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ അയ്യപ്പൻ എന്ന് പറയുന്ന ചരിത്ര നോവല് വളരെ കാലമായിട്ട് പുസ്തകം കിട്ടാനില്ലായിരുന്നു. ഈ അടുത്ത കാലത്ത് ഞാനും ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തിയിട്ട് എൻ്റെ പഠനത്തോടു കൂടി തന്നെ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ കഥ എസ്.കെ. നായർ, ഡോക്ടർ എസ്.കെ. നായർ എന്ന് പറയുന്ന പ്രഗത്ഭനായ അധ്യാപകൻ ചമൽക്കാരത്തോടു കൂടി എഴുതിയ ഒരു കഥയാണ്. ഞാൻ ഈ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞാൽ ഫോക്ക് ടെയിൽ എന്ന് പറയുന്നത് ഫോക്ക്ലോറിൻ്റെ ഭാഗമാണ്. ഈ ഫോക്ക് ടെയിൽ എന്ന് പറയുന്നതിനെ നമ്മൾ അപ്പടി ചരിത്രമായിട്ട് സ്വീകരിക്കരുത്. ഈ ഓരോ ഫോക്ക് ടെയിലിനും ഒരു ഫോക്ക് മോട്ടീഫുണ്ട്. ഈ മോട്ടീഫിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഫോക്ക് ടെയിൽ ഉണ്ടാകുന്നത്. ഈ ഫോക്ക് ടെയിലിന് ഒരു പ്രാധാന്യവും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ചരിത്രത്തിൻ്റെ അംശങ്ങൾ അതിനകത്തുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അതായത് ഫോക്ക് ടെയിലുണ്ട്, ലെജൻഡുണ്ട്, മിത്തുണ്ട്. ഇത് മൂന്നും വളരെ സാമ്യമുള്ള കാര്യങ്ങളാണെങ്കിലും മൂന്നും വ്യത്യസ്തമാണ്. ഇതിൽ ഫോക്ക് ടെയിലിനകത്തുള്ള അതിൻ്റെ ആ സ്ട്രെസ് ചെയ്യുന്ന പോയിൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്താണ്, ഒരു അരാജകത്വം നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഓർഡർ ഉണ്ടാക്കാനായിട്ട് ഒരു അത്ഭുതന കഥാപുരുഷൻ വരും. അദ്ദേഹം ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കും, ജനങ്ങളുടെ ആവലാതികൾ മനസ്സിലാക്കും. അവരുടെ വികാരങ്ങൾ അദ്ദേഹം ഉൾക്കൊണ്ടുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കും. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ബാക്കിയൊക്കെയുള്ള പേരുകളൊക്കെ നമ്മൾ മറക്കുക. അത് പലരുടെയും സാങ്കല്പിക സൃഷ്ടിയാണ്, ഒരാളുടെ അല്ല. ഈ ഫോക്ക് ടെയിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫോക്ക് ടെയിലിന് ഒരു രചയിതാവില്ല. പലരുടെ ഭാവനകൾ അതിനകത്തൊരു ക്രിയേറ്റിവിറ്റി കൂടുതലുള്ള ഒരാൾ അതിനെ ഒരു ഗ്രന്ഥരൂപത്തിൽ ആക്കുന്നു. അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് ഒന്നിനെയും ഞാൻ നിസ്സാരമായി കാണുന്നില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ഫോക്ക് ടെയിൽ ഉദ്ധരിച്ചുകൊണ്ട് ഇതാണ്
ഇത് അവസാനത്തെ ചരിത്രം ഞാനിത് കണ്ടെത്തി എന്ന് ആർക്കും പറയാൻ പറ്റുകയില്ല. ഓക്കെ. അത്രയേ ഉള്ളൂ.